ഹായ് ചേട്ടൻ, അമ്പലത്തിൽ പോയില്ലേ? ഇല്ലടാ, ഞാൻ അമ്പലത്തിൽ പോയില്ലടാ. ഹായ്, കാൽമുറി ചെരുപ്പാലോ? അതിന് ഞാൻ പള്ളിയിലേക്ക് പോയിടാ. ശരതാരടാ കൂടെ? കൂട്ടുകാരനാ. എന്റെ പേരെന്തിട്ടാ? വീട് എവിടെയാടാ? പേര് ചെയ്യുന്ന വീട് വെള്ളാർക്കാടാ. നിങ്ങളുടെ നാടിന്റെ പേര് വെള്ളർക്കാട് എന്നായതിന്റെ ചരിത്രം നിങ്ങൾക്ക് അറിയോ? അറിയില്ല ചേട്ടാ. നിങ്ങളുടെ നാട് വാണിരുന്ന നാടുവാഴി അദ്ദേഹത്തിന്റെ സൊക്കലിംഗം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. സൊക്കലിംഗം? നിങ്ങളുടെ നാടിന് പേരില്ലാത്തതുകൊണ്ട് നാടുവഴി നല്ലായിരുന്നു. ഡാഷ് നാടുവഴി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അത് അദ്ദേഹത്തിന് ഒരുപാട് ഇൻസൾട്ടിങ് ആയിരുന്നു. അദ്ദേഹത്തിന് അതിൽ ഒരുപാട് മനസ്സ് വന്നിരുന്നു. അദ്ദേഹം ഒരു പേരിന് വേണ്ടി ഒരുപാട് സ്ഥലങ്ങളിൽ അലഞ്ഞു, പേരൊന്നും കിട്ടിയില്ല. ഒടുവിൽ ആള് ഒരു സ്ഥലത്തൂടെ പോകണമെന്നൊരു ഒരു ആടിന് വെള്ളം കൊടുക്കണ്ടായിരുന്നു. ആട് വെള്ളം കുടിക്കുന്നില്ല. ആട് വായിൽ വെള്ളം പിടിച്ചിട്ട് ഇങ്ങനെ കൊള 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 എന്ന് വിളിക്കുക. അപ്പോൾ ആട്ടടയൻ പറഞ്ഞു, വെള്ളർക്കാട് വെള്ളർക്കാട് വെള്ളർക്കാട്. ഇപ്പോൾ രാജാവ് ഇത് കേട്ടു. അങ്ങനെയാണ് നിങ്ങളുടെ നാട്ടിലെ പേര് വന്ന് വെള്ളർക്കാട്. രാജാവാ, നേരത്തെ നാട് വഴി ആയിരുന്നില്ലേ? ഒന്ന് മിണ്ടായിരുന്നവർക്ക, നിന്നെ അടിച്ചത് കളയോട്ടെ ഞാൻ. ആ പേരിട്ടോട് കൂടിയിട്ട് നാട് വഴി രാജാവായി, വെള്ളർക്കാട് രാജാവ്. എടാ മോനെ, ഈ വെള്ളർക്കാടിൻ്റെ അടുത്തുള്ള സ്ഥലം എരുമപ്പെട്ടി, അതിൻ്റെ പേരെങ്ങനെ വന്നെന്നുള്ള ചരിത്രം നിങ്ങൾക്ക് അറിയൂ? എനിക്കറിയില്ലട്ടോ. വെള്ളർക്കാട് 4-5 കിലോമീറ്റർ മാറിയിട്ടാണ് എരുമപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലം. നിങ്ങൾക്കറിയാലോ. എരുമപ്പെട്ടിക്ക് ഒരു പേരില്ലാത്തതുകൊണ്ട് എല്ലാ ആൾക്കാരും വന്നിട്ട് രാജാവിൻ്റെ അടുത്ത് പറഞ്ഞു, രാജാവ് ഒരു വെറൈറ്റി പേര് ഞങ്ങൾക്ക് ഇട്ട് തരണം. അപ്പോൾ രാജാവ് പറഞ്ഞു, ഈ പേര് നിർദ്ദേശിക്കുന്ന ആൾക്ക് ഒരു 101 പൊന്മണ്ണ് വെച്ച് തരാമെന്ന്. 101 പൊന്മണ്ണ ഇത്തിരി കുറയ്ക്കാൻ പറ്റുമോ? നിന്റെ തറവട്ടൊന്നല്ല കൊടുക്കണേ, നികുതി പണം പിരിച്ചിട്ടല്ല രാജാവ് കൊടുക്കണേ. ഓ, നമ്മുടെ നാട്ടിൽ മന്ത്രിമാരൊക്കെ ചെയ്യണ പോലെ. ഓ, നീ കറക്റ്റ് പോവേണ്ട പറഞ്ഞേ. നിന്നെ അടിച്ചത് കളയുന്നില്ല ഞാൻ. നിൻ്റെ ഭാഗ്യം. നമുക്ക് എരുമപ്പെട്ടിയിലേക്ക് കിടക്കാം. ഈ മാർക്കറ്റിലൊരു എരുമേനെ കൊണ്ടുവന്നു. അപ്പോൾ ആൾക്കാർ ഈ പേര് അന്വേഷിച്ച് നടക്കുന്ന സമയമാണ്. അപ്പോൾ ഒരാൾ എരുമയുടെ ബാക്കിൽ വന്ന് അടിച്ചിട്ട് എരുമയുടെ പെട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരാൾ കേട്ടു. ഇയാൾ നേരെ രാജാവിൻ്റെ എഴുതി വിട്ടു. രാജാവ് എന്ന ഒരാളും പറയാത്തൊരു പേരുണ്ട്, സ്പെഷ്യൽ പേര് ഞാൻ പറയാൻ പോകുന്നു. അപ്പോൾ രാജാവ് പറഞ്ഞു, നീ പടയ്ക്ക് മോനെ. ഞാൻ പറയൂട്ടാ, ഇനി പടയ്ക്ക് ഇനി നല്ല പേരാണ്. അതിന് എനിക്കൊരു 19 പൊൻപണം കൂടി ഞാൻ കൂടുതൽ തരാം. അപ്പോൾ അത് 20 പൊൻപണായില്ലേ. ഇവിടെ ആവ് പടച്ചു, എരുമപ്പെട്ടി. രാജാവ് പറഞ്ഞു, വെറൈറ്റി പേര്, ഇന്ന വേറൊരു സ്ഥലത്തിന് ഈ പേര് വന്നിട്ടില്ല, ഇനി ഇങ്ങനത്തെ പേര് വരില്ല, കിടുക്കാച്ചി പേരുന്ന്. അങ്ങനെയാണ് എരുമപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടായത്. എങ്ങനെയുണ്ട് സാധനം? അപ്പൊ ചേട്ടൻ എല്ലാ സ്ഥലത്തിന്റെയും പേരിന്റെ ചരിത്രം അറിയാലേ? ബൈ ഹാർട്ടാണ്. പോവാടാ ചേട്ടനെ പോലെ കുണ്ടന്നൂരിന്റെ പേരിന്റെ ചരിത്രം കൊണ്ട് പോയാ മതി. കുയിലേ, എന്റെ കൈ നോക്കുമോ?